സർ, തമിഴ്നാട് പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണ്. വിജയ് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ OSD ആയിട്ട് അദ്ദേഹത്തിന്റെ ജ്യോതിഷിയെ നിയമിക്കുന്നു. പിന്നീട് അതിപ്പോൾ റദ്ദാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ എന്തായിരിക്കും ഇനി വരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വരുന്ന ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ? അവിടെ എല്ലാം ഒരു സിനിമാറ്റിക് സ്റ്റൈലാണ്. അദ്ദേഹം സിനിമയിൽ തന്നെ വന്നൊരു മുഖ്യമന്ത്രിയാണല്ലോ വിജയ് എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ തലം MGR-ഉം ജയലളിതയും വന്നതുപോലെ തന്നെ സിനിമ കൊണ്ടുവന്നതാണ്. സിനിമ അവരുടെ ആരാധകരെ സൃഷ്ടിച്ച ഒരു വലിയ നേതാവ് എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെ? തമിഴ്നാട്ടിലെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം, അതായത് എത്രയോ വർഷം, ഏതാണ്ട് 50-ലേറെ വർഷങ്ങള് ദ്രാവിഡന്മാര് മാറി മാറി ഭരിച്ചതാണ്. ഒന്നിലെ DMK അല്ലെങ്കിൽ ADMK ഇങ്ങനെ മാറി മാറി ദ്രാവിഡ കൾച്ചറിൽ കിടന്ന തമിഴ്നാടിനെ മറ്റൊരു കൾച്ചറിലേക്ക് കൊണ്ടുവന്നു. അതായത് മൂന്നാം ശക്തിയായിട്ട് മത്സരിച്ച ശേഷമാണ് വിജയ് തമിഴ്നാട് പിടിച്ചെടുത്തത്. അതിനകത്തിലെ അദ്ദേഹത്തിന് കേവല ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോൺഗ്രസ് അതുപോലെ മറ്റ് ചില CPM CPI കക്ഷികളൊക്കെ പുറത്തു നിന്ന്, മുസ്ലിം ലീഗൊക്കെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നു. അപ്പൊ അങ്ങനെ 121 സീറ്റിന്റെ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമായി. അതിനുശേഷം ഇതാ ADMK, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം നാടകീയമായ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരു ഭൂരിപക്ഷമില്ല എന്ന് കരുതിയെടുത്ത് ഒന്ന് പെട്ടെന്ന് 121 എന്നുള്ള കേവല ഭൂരിപക്ഷത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് മറ്റേ ADMK എടപ്പാടിയുടെ പാർട്ടി പിളർന്നിട്ട് ഇപ്പൊ നല്ല ഭൂരിപക്ഷമായി. ഇന്ന് 34 പേരോ മറ്റോ അനുകൂലിച്ച അദ്ദേഹത്തെ. അങ്ങനെയാണ് വിശ്വാസ വോട്ട് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി DMK എപ്പോ പിളരുമെന്ന് നോക്കിയാൽ മതി. ഇതുവരെ അദ്ദേഹത്തിന്റെ ബദ്ധ വൈരികളായിട്ട് നിന്നിരുന്ന DMK എപ്പോ പിളരുമെന്ന്. കാരണം അതിന്റെ ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നാണോ സ്റ്റാലിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് വിജയ് കാണുമെന്ന്? പെട്ടെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല. ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും ചടങ്ങിൽ വെച്ച് കാണാമോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സാവകാശം വരട്ടെ എന്നൊക്കെയുള്ള ഒരു മട്ടിലെ സാധാരണ ആളുകൾ വിവക്ഷിച്ചുള്ളൂ. പക്ഷെ വിജയ് അല്ല, അതിനകത്തിലും അദ്ദേഹത്തിന്റെ ഒരു സിനിമ സ്റ്റൈലാണ് കൊണ്ടുവന്നത്. നേരെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്ന ശേഷം അത് നല്ല സ്വീകരണമായിരുന്നു, രണ്ടുപേരും നല്ല സ്വീകരണമായിരുന്നു. അതേപോലെ ഉദയനിധി ഇന്ന് നിയമസഭയിലും അങ്ങനെ തന്നെയാണല്ലോ. വളരെ ഏതാണ്ട് രണ്ടുപേര് ഒരേ ഏജ് ഗ്രൂപ്പുകാരാണ്. ഉദയനിധിക്കും വിജയ്ക്കുള്ള പ്രത്യേകത പറഞ്ഞാൽ രണ്ടും ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി കുറച്ചുകൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ദ്രാവിഡ പൊളിറ്റിക്സ് നഷ്ടപ്പെടാതിരിക്കാനും ഇവര് തമ്മിൽ ഏതാണ്ട് വയസ്സിന്റെ കാര്യത്തിൽ ഏതാണ്ട് തുല്യതയും സമാനമായ ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ പോലും, ഞാൻ അങ്ങനെ പോലും സംശയിക്കുന്നുണ്ട് കേട്ടോ. കാരണം തമിഴ്നാട് സിനിമ സ്ഥലത്തിലുള്ള ട്വിസ്റ്റ്, ഏത് സമയത്തും ട്വിസ്റ്റ് ഉണ്ടാകാവുന്ന രാഷ്ട്രീയമാണ്. അപ്പൊ അതുകൊണ്ട് DMK-യിൽ നിന്നും കുറച്ച് ആളുകളൊക്കെ ഒരു പക്ഷെങ്കിൽ വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം അധികാരമില്ല നിൽക്കാനൊക്കത്തില്ല. അതാണ് അവരെ അതുപോലെ സംബന്ധിച്ചിടത്തോളം. തന്നെയല്ല ഈ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ. അപ്പൊ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ചോദ്യം ചെയ്യൽ ഇനി ബാക്കി നിൽക്കുന്നുണ്ട്. അത് ശരിയാണ്. ഞാൻ അതിനു മുമ്പ് പ്രഖ്യാപനങ്ങൾ നടക്കാൻ പറ്റും. ഇപ്പൊ ഈ സിലിണ്ടർ കൊടുക്കുക, സ്ത്രീകളുടെ വിവാഹത്തിന്, ചെറുപ്പക്കാരികളുടെ വിവാഹത്തിന് നമ്മുടെ സാമ്പത്തിക സഹായം കൊടുക്കുക, സ്ത്രീകളിൽ സൗജന്യ ബസ് യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ ബസ്, അതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നടപ്പാക്കുന്ന കാര്യങ്ങളാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപനങ്ങൾ ഇതൊന്നും ഒരു മാറത്തില്ല. മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ ജനങ്ങളെ ഫേസ് ചെയ്യാനൊക്കത്തില്ല. ഒരു പക്ഷെങ്കിൽ അവർ സെക്രട്ടേറിയറ്റ് പോലും കയറി ആക്രമിച്ചു കളയും. കാരണം അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടപ്പാവും, അതിനകത്ത് ഒരു സംശയമില്ല. അതിനകത്ത് അതെങ്ങനെ നടപ്പാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് നല്ല വരുമാനമാണ്. കേരളത്തെ അപേക്ഷിച്ച് നല്ല വരുമാനം, ഒരുപാട് ഇൻഡസ്ട്രീസും ടാക്സ് ഇനത്തിലൊക്കെ വലിയ വരുമാനമുള്ള സംസ്ഥാനമാണ്. പക്ഷെ വിജയ് ഇപ്പൊ 10 ലക്ഷം കോടി കടം പറയുന്നതിന്റെ കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിനകത്തില്. കാരണം ഈ വരുമാനത്തിൽ നല്ലൊരു ശതമാനവും ഭരിച്ചിരുന്നവരും കൊണ്ടുപോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റിന് 100 രൂപ വരുമാനം കിട്ടിയാൽ 50 മുതൽ 75 രൂപ വരെ ഭരണാധികാരികൾ വീതം വെച്ചെടുക്കുകയായിരുന്നു. ബാക്കി 20-25% സംസ്ഥാനത്തിന്റെ വിഹിതമായിട്ട് കിട്ടുന്നതെന്നാണ്. അതാണ് വിജയ് പറഞ്ഞ ധവളപത്രം ഇറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതിന്റെ കാര്യം അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേടിക്കണ്ട. വിജയ് നേരത്തെ തന്നെ മിനിങ്ങാൻ തന്നെ പ്രഖ്യാപിച്ചില്ല, എനിക്കൊരു പൈസയും വേണ്ട, തമിഴ്നാട്ടുകാരുടെ ഒരു പൈസയും ഞാൻ എടുക്കത്തില്ല, എനിക്ക് പൈസയുണ്ട്, എന്റെ കൂടെ നിൽക്കുന്ന ഒരു മന്ത്രിയും കൈക്കൂലി വാങ്ങിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. ഗംഭീരമായ പ്രഖ്യാപനമല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർ എൻ്റെ കൂടെ നിന്നാൽ മതി, ഇല്ലാത്തൊരു പൊക്കോളാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ വലിയ മാറ്റം അവിടെ നടപ്പാകും, സംശയമൊന്നുമില്ല. പക്ഷെ ഇതിനകത്തില് സൂചിപ്പിച്ച അവസാനത്തെ സംഭവമാണ്
അത് ചില ഗൗരവമായ കാര്യമാണ്. വളരെ പ്രതീക്ഷയോടാണ് തമിഴ്നാട്ടിലും സർക്കാർ അധികാരത്തിലേറ്റിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരാണ്. അവരുടെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 50s ഒക്കെ എത്തിയ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിജയിയെ വലിയ പ്രതീക്ഷയുണ്ട്. വലിയ ആ ഒരു ക്ഷേമ സംസ്ഥാനം ആയിട്ട് തമിഴ്നാട് മാറുമെന്നുള്ള കണക്കൂട്ടലിലൊക്കെ തന്നെയാണ് അത് പോകുന്നത്. പക്ഷെ വിജയുടെ മേളിൽ നമ്മൾ പറഞ്ഞില്ല, ഡെമോക്രാസിന്റെ വെക്ലീസിന്റെ വാള് പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് CBIയുടെ കേസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയ് ഒരു കുറച്ചു നാൾ മുമ്പ് ഒരു തെരഞ്ഞെടുപ്പുമായിട്ടും അതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല. അതിനു മുമ്പ് തന്നെ ആരാധകരെ കൂട്ടാൻ TVK പ്രഖ്യാപിച്ച ശേഷം അത് ആരാധകരെ കൂട്ടാനായിട്ട് അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനായിട്ട് തമിഴ്നാട്ടിലെ കരൂരിൽ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 41 പേരാണ് അദ്ദേഹത്തെ കാണാൻ തിങ്ങിക്കൂടിയ ആളുകള് തിക്കും തിരക്കും ഉണ്ടാക്കി. അതിന്റെ തിക്കും തിരക്കും ഉണ്ടായി. അവിടെ വെച്ചിട്ട് 41 ആളുകൾ മരിച്ചൊരു കേസാണിത്. അപ്പൊ അതിനകത്തിൽ അദ്ദേഹം പ്രതിസ്ഥാനത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന ആളുകളാണ്. ഒരു നിയന്ത്രണവും ഇല്ലാതെ ആളുകൾ തിങ്ങിക്കേറി. അതായത് ഒരു പ്രദേശത്ത് ഉൾക്കൊള്ളാവുന്നതിന്റെ 10, 20, 30 ഇരട്ടി ആളുകൾ ആ പ്രദേശത്ത് വന്നു. അപ്പൊ അത് നിയന്ത്രിക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ പോലീസാണ് നിയന്ത്രിക്കേണ്ടത്. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് അവിടെ ഉണ്ടായെന്ന് അറിയത്തില്ല. ഇപ്പൊ DMK സർക്കാരാണ്, അവരും കൈയൊഴിയുകയും ചെയ്തു. ഇപ്പൊ ചുരുക്കത്തില് വിജയിയാണ് കേസിൽ പ്രതി സ്ഥാനത്തുണ്ട്. അദ്ദേഹത്തെ 3 തവണ CBI ചോദ്യം ചെയ്തിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി നേരിട്ടായി കേസ് അന്വേഷിക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. വിജയിയെ ചോദ്യം ചെയ്തു. വിജയിയെ 3 തവണ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് CBI ചോദ്യം ചെയ്തു. 4, 5, 6 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത മാസം മറ്റോ കേസിന്റെ അവധി വരുന്ന സമയത്ത് വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും CBIക്ക് കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് എവിഡൻസോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇതിന്റെ ഉത്തരവാദി ഇതിനകത്ത് ഉത്തരവാദിത്വം എന്നുള്ള ഒരു മട്ടില് ഒരു പക്ഷെങ്കിൽ മറ്റ് കടുത്ത നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്കൊക്കെ CBIക്ക് പോകാവുന്നതാണ്. പക്ഷേ നമുക്കതിന്റെ സാധ്യതകളെ മാത്രം പറയാം. പക്ഷെ എന്തായാലും ഒരു വലിയ ഭീഷണിയായിട്ട് ഈ കേസ് നിലനിൽക്കുകയാണ്. സാർ, അപ്പൊ ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുമ്പോ ഈ CBI ചോദ്യം ചെയ്ത CBIക്ക് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യുമ്പോ അവർക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രിയാണോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിൽ വിജയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അറസ്റ്റ് ഉണ്ടാകുമോ? ചെയ്യേണ്ടി വരുമല്ലോ. അവര് CBI ചോദ്യം ചെയ്യുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. തെളിവുകളുണ്ട്. അപ്പൊ തെളിവുകളുണ്ട്, ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുന്നതാണ് എന്നൊരു തോന്നൽ കാരണം അത് തോന്നലല്ല, വിലയിരുത്തലാണത്. പക്ഷെ മുഖ്യമന്ത്രിയൊക്കെ ആയതുകൊണ്ട് കാര്യത്തിൽ വളരെ കൃത്യമായ പരിശോധനകൾ 1, 2, 10 തവണ പരിശോധിക്കും. വേണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ പരിശോധനയൊക്കെ ഉണ്ടാവും. ആ പരിശോധനകൾക്കെല്ലാം ശേഷം ഇത് അനിവാര്യമാണ്, അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയാൽ അത് CBIക്ക് ചെയ്യാം. നമ്മൾ കേജ്രിവാളിന്റെ കാര്യത്തിൽ കണ്ടില്ലേ? അവസാനം കേജ്രിവാൾ എത്ര മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു അല്ലേ? മാസങ്ങളല്ല, ഇതിന്റെ 2 വർഷത്തിലേക്ക് തന്നെ പോയില്ലേ അത്. അപ്പൊ അതാണ് പറഞ്ഞത്, മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം അരവിന്ദ് കേജ്രിവാളാണ്. പറഞ്ഞോണ്ട് അഴിമതി തുടച്ചു മാറ്റാൻ വേണ്ടി വന്ന ആളാണ് അല്ലേ? IRSകാരനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ കേസിനകത്ത് പെട്ടുപോയി അദ്ദേഹം നേരിട്ട് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അദ്ദേഹം അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ധാർമ്മികമായ ഉത്തരവാദിത്വം അവിടെ വരുന്നുണ്ട്. ഇവിടെ വിജയിക്ക് സംഭവിക്കാൻ പോകുന്ന അതാണ്. ഈ ആരാധകരൊക്കെ ആരെ കാണാൻ വന്നതാണ്? വിജയിയുടെ ഫാൻസ് ആണ്, അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ ആണ്. അവരാണ് പുറകിനോടി എത്രയോ ദൂരെ നിന്നാണ് അല്ലെ, നാമക്കൽ ഭാഗത്തുനിന്നും അവിടെ നിന്നൊക്കെ മറ്റൊക്കെ വന്ന ആളുകളുണ്ടെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയാണ്, ഒരു വലിയ ക്രൈസ് ആണ്. ഇപ്പൊ MGRന് ശേഷം തമിഴ്നാട് കണ്ട MGRന്റെ കാലത്ത് പോലും ഇത്രയും വലിയ ഒരു ക്രൈസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ കണ്ടില്ല, കേരളത്തിൽ പോലും വലിയ ഫാൻസ് ആണ് വിജയിക്ക് എന്ന് പറഞ്ഞു. ഒരു നല്ല ഗ്രൂപ്പ് ഏജ് അതിനകത്ത് നമ്മള് ചെറുപ്പക്കാരെന്നൊന്നും പറയാനൊന്നും നോക്കത്തില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസാണ്. അതിന് തമിഴ്നാട്ടിൽ ഇത്രയും തൂത്തുവാരുന്നതിന്റെ ഒരു കാര്യം അതുകൊണ്ട് ആണെന്നാണ്. കാരണം അല്ലെങ്കിൽ DMKയുടെയും ഈ വലിയ ക്ലച്ചസിനകത്ത് നിന്ന് ഇത്രയും ഭൂരിപക്ഷം എത്ര ഉണ്ടായി, ഈ പാർട്ടി ഉണ്ടായിട്ട് എത്ര തന്നെ വർഷമായി? വളരെ മിനിമം സമയമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ കറക്ഷൻസ്, അതൊരു വലിയ നല്ല കാര്യമാണ്. മുമ്പേ പറഞ്ഞ OSDയെ പെട്ടെന്ന് മാറ്റി എന്ന് പറഞ്ഞത്, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് അദ്ദേഹത്തിന്റെ ജ്യോതിഷിയെ നിയമിച്ചിരുന്നു. അതൊരു തരം വല്ലാത്ത നിയമനമായി പോയി. അദ്ദേഹത്തിന്റെ വിജയിയുടെ ഭാവി പറഞ്ഞ ജ്യോതിഷനെ OSD, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. ആലോചിച്ച് നോക്കുക, സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം നിയമനം കൊടുത്തിരുന്നതാണ്. അത് വലിയ വിമർശനത്തിന് വിധേയമായി.
അത് ശരിയാണ്. ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും പോലുള്ള കൈ കൊണ്ട് കൈ നോക്കിച്ച് അവർക്ക് ദക്ഷിണയും കൊടുത്ത ശേഷം ഒരു പക്ഷെങ്കിൽ ഭരിച്ചു കാണും. അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞു കാണും നിങ്ങൾ ഇത്ര മുഖ്യമന്ത്രി ആവുമെന്ന്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസമായിരിക്കാം എന്ന് കരുതിയിട്ട് നമുക്കൊരു അധികാരം മറ്റോ കിട്ടുമ്പോൾ അവരെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ നിയമിക്കാൻ പറ്റുമോ? അതിനൊക്കെ ഒരു യോഗ്യതയില്ല. OSD എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായ പോസ്റ്റുകളാണ്, വളരെ നിർണായകമായ പോസ്റ്റുകളാണല്ലോ അതിനകത്ത് വരുന്നത്. പക്ഷേ ആരോപണം വന്നു. അതിനകത്ത് ഇന്ന് ADMK സപ്പോർട്ട് ചെയ്ത ADMK എന്നും ഒക്കെ ആക്ഷേപം. അതേപോലെ തന്നെ വിജയകാന്തിന്റെ ഭാര്യയാണല്ലോ ഇപ്പൊ ആ പാർട്ടിയുടെ ചുമതലക്കാരി. അവരടക്കമുള്ള ആളുകൾ വിമർശിച്ചു. അത് ശരിയായില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ, അത് സത്യമാണ്, വിജയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാണിച്ചത് ശരിയായില്ല എന്നൊരു നിലപാട് അവരും എടുത്തു. ഇന്ന് വിശ്വാസ വോട്ടെടുപ്പിന്റെ ആ സമയത്ത് അവിടെയും കുറെ ആളുകൾ ആ പ്രശ്നം ഉയർത്തി. പെട്ടെന്ന് ഇതായത് വിശ്വാസ വോട്ട് നേടി നിമിഷങ്ങൾക്കകം അതോ അതിന് തൊട്ട് മുമ്പോ മറ്റോ ആണ് ആ തീരുമാനം റദ്ദ് ചെയ്ത് കളഞ്ഞു. അതായത് OSD ആയിട്ട് ജ്യോതിഷിയെ നിയമിച്ചത് റദ്ദ് ചെയ്തു വിജയ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ട്രെൻഡ് മനോഭാവം മനസ്സിലാക്കിയ ശേഷം മറ്റൊരു രാഷ്ട്രീയ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിച്ചത് അതാണെന്നാണല്ലോ പറയുന്നത്. ആളുകളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു സ്വഭാവം അവർ പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാവരും അങ്ങനെ 100% തികഞ്ഞ ആളുകളൊന്നും അല്ലല്ലോ. എതിര് രാഷ്ട്രീയക്കാർ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറക്ഷൻസ് വരുത്താം. അതിനകത്ത് ഒരു തെറ്റുമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് തെറ്റുകൾ ഉണ്ടാകാം. വിജയെ സംബന്ധിച്ചിടത്തോളം അതിലേറെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടിട്ട് കുറച്ച് വർഷങ്ങൾ കഷ്ടിച്ച് 2 വർഷം അല്ലേ, 2 വർഷം. അത് ഇപ്പോൾ തന്നെ അതിന് വലിയ രൂപമൊന്നും ആയിട്ടില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ രൂപമൊന്നും ആയിട്ടില്ല. ഒരു വലിയ ആൾക്കൂട്ടമാണ് ഫാൻസ് സൃഷ്ടിക്കുന്ന, അദ്ദേഹത്തിന്റെ ആരാധകർ സൃഷ്ടിക്കുന്ന ഒരു ഫാൻസിന്റെ ഒരു കൂട്ടമാണ് ഈ TVK എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് തെറ്റുകൾ ഉണ്ടാകാം. രാഷ്ട്രീയത ഒരു എക്സ്പീരിയൻസും ഇല്ല. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും ഭരണത്തിലിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും വിജയിക്കില്ല. ആ കൂടെ സിനിമ സെറ്റിൽ ചെല്ലുക, സിനിമ അഭിനയിക്കുക, കാശ് മേടിച്ച് പോരുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. അത് സത്യപ്രതിജ്ഞാ സമയത്ത് നമ്മളത് കണ്ടില്ലേ? സത്യപ്രതിജ്ഞാ സമയത്ത് അതിന്റെ ഒരു നാടകീയമായ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടില്ലേ? ഗവർണർ ആദ്യത്തെ ഐ എന്ന് പറഞ്ഞതിന് തമിഴിലാണ് ഉച്ചാരണം വന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആ തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന പേപ്പറിൽ നോക്കി വേണം വായിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ വിജയ് എന്താണ് ചെയ്തത്? എനിക്കും വളരെ കൗതുകം തോന്നി. അദ്ദേഹം കാണാതെ പഠിച്ചുകൊണ്ട് വന്നതുപോലെ വളരെ ഗംഭീരമായിട്ട് അതൊക്കെ പറഞ്ഞു തീർത്ത് കളഞ്ഞു. ആവേശകരമായിട്ട് പറഞ്ഞ കൈയൊക്കെ ഉയർത്തി, ഇടത്ത് കൈയും വലത്ത് കൈയും ഒക്കെ ഉയർത്തി ഒരു സിനിമ സ്റ്റൈലിലാണ് അതിന്റെ പ്രസന്റേഷൻ നടത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനൊക്കെ അറിവില്ല. പിന്നെ ഗവർണർ തന്നെ തോളിൽ തട്ടുന്ന കണ്ടില്ലേ? തോളിൽ തട്ടിയ ശേഷം ഇത് നോക്കി വായിക്കൂ എന്ന് ഗവർണർ കൈകൊണ്ട് ഒരു ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ചെയ്യേണ്ടെന്നുള്ളതിനെ കുറിച്ച് അതുപോലെ പല മന്ത്രിമാരും സത്യപ്രതിജ്ഞാ സമയത്ത് അതിന്റെ രേഖകളുമായിട്ടല്ല വന്നത്. അവർക്ക് പറഞ്ഞില്ല, അത് കുറ്റമല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നുമില്ല. അവരാദ്യമായിട്ട് ഒരാൾക്കൂട്ടം മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയായിട്ടുണ്ട്. പക്ഷേ അതിനൊരു വ്യവസ്ഥാപിതമായ ഘടനയും രൂപവും സീനിയോറിറ്റി ഉള്ളവരുമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ചെങ്കോട്ടയ്യനെ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ സീനിയോറിറ്റി എന്ന് പറയാവുന്ന ആളുകൾ ആകെ കൂടെ ചെങ്കോട്ടയ്യനാണ് അതിനകത്തൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെന്ന് പറയും. വേറെ ആർക്കും അങ്ങനെ പരിചയ സമ്പത്ത് ഒന്നും ഉള്ള ആളുകളല്ല. എന്തായാലും നമുക്ക് നോക്കി കാത്തിരിക്കാം സാർ, എന്തായിരിക്കും തമിഴ്നാട്ടിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്നറിയാൻ. ഓക്കെ, അതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെയാണ്. അതിനകത്തിലെ ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBI കേസ്, കരൂർ കേസ് എങ്ങോട്ട് പോകും എന്നുള്ളത് കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. പക്ഷേ മറ്റ് കാര്യങ്ങളല്ലേ, മുമ്പേ പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങളാണെങ്കിലും തീരുമാനങ്ങളാണെങ്കിലും സ്വയം തിരുത്താനുള്ള ആ മനോഭാവവും അതൊരു നല്ല പോസിറ്റീവ് സിഗ്നലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ തമിഴ്നാട് 5 വർഷം സമൃദ്ധിയുടെ ഈ പറയുന്നത് പോലെ ഏറ്റവും ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യയിലല്ല ഇന്ത്യയിലെ തന്നെ ഒരു നല്ല സംസ്ഥാനമായിട്ട് ഭരണ മികവിൽ കാണിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ.